ഓക്കെ ഗായ്സ്, അങ്ങനെ 2024 അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നവംബർ മാസത്തിൽ റിലീസായി ബോക്സ് ഓഫീസിൽ സക്സസ് ആയതും അവാദ പോയതുമായ സിനിമകളെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡിസംബർ എവിടെയെന്ന്? ഉണ്ട്, ഡിസംബർ ഉണ്ട്. ഇപ്പോഴല്ല, അടുത്ത ആഴ്ച. ഇനി മുതൽ നമുക്ക് കണ്ടന്റ് ഡിലേ വരില്ല, അതായത് നോ ലാഗ്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഐ ആം കാതലൻ. നവംബർ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് വന്ന സിനിമ. നസ്ലനെ നായകനാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പടം. പ്രേമലു എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ആ കോംബോയിൽ നിന്ന് വന്ന പടം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രേമലുവിന് മുന്നേ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ പടമായിരുന്നു കാതലൻ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ പടം കുറെ നാൾ പെട്ടിയിലിരുന്നു. പ്രേമലുവിന് മുന്നേ റിലീസ് പ്ലാൻ ചെയ്ത പടം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ എത്തിയത്. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ ടൈമിലൊക്കെ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ട്രെയിലറിന് കിട്ടിയത്. സ്ഥിരം ഗിരീഷ് പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന്. പക്ഷെ എന്ത് ചെയ്യാം, കുറെ നാൾ പെട്ടിയിലിരുന്നത് കൊണ്ട് തന്നെ ഒരു ഹൈപ്പും ഈ പടത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഈ സിനിമ തിയേറ്ററുകളിൽ കാണാൻ വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റിവഞ്ച് മോഡിലാണ് പടം മൊത്തത്തിൽ പോകുന്നത്. ഹാക്കിംഗ് വഴി കൊടുക്കുന്ന പണിയും അതുവഴി നായകന് തിരിച്ചു കിട്ടുന്ന പണിയും ഒക്കെയായി രസകരമായാണ് പടം മൊത്തത്തിൽ പോകുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആളുകൾക്കിടയിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു പേർക്ക് നല്ലപോലെ വർക്കാവുകയും വേറെ കുറച്ചു പേർക്ക് തീരെ വർക്കാവാതെ പോയതുമായ പടം. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിലാണ് കേട്ടോ. എനിക്ക് പടം നല്ലപോലെ വർക്കായി. ഒരുപക്ഷെ പ്രേമലു പോലൊരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അതേ ടീമിന്റെ പടം എന്ന നിലയിൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തത് ഈ സിനിമയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ജോണറിൽ പ്രേമലുവിനും മുമ്പ് ചെയ്ത പടമല്ലേ. നിങ്ങളിൽ ആരെങ്കിലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയണം. എന്ത് തന്നെ ആയാലും ഐ ആം കാതലൻ അത്ര വലിയ പ്രൊമോഷനും ഹൈപ്പും ഇല്ലാതെ വന്നതുകൊണ്ടും പ്രേമലുവിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ പോയതുകൊണ്ടും തിയേറ്ററുകളിൽ അത്ര വലിയൊരു വിജയമാവാതെ ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയി. ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വൈശാഖ് ഹേലൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഹലോ മമ്മി. ഒരു പക്ക ഹൊറർ കോമഡി പടത്തിന് വേണ്ട എല്ലാ കാസ്റ്റുമുള്ള ഒരു പടം കൂടി ആയിരുന്നു ഹലോ മമ്മി. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതിരുന്ന ഈ സിനിമയിലേക്ക് ആളുകളെ ആകർഷിച്ചത് ഈ സിനിമയുടെ ട്രെയിലർ തന്നെയായിരുന്നു. നമ്മൾ ഭൂൽഭുലയിലൊക്കെ കണ്ട പോലത്തെ പ്രേതം പ്ലസ് പക്ക കോമഡികൾ നിറഞ്ഞൊരു ട്രെയിലർ ആയിരുന്നു അത്. ആ ട്രെയിലറിൽ തന്നെ ഉണ്ടായിരുന്നു പടത്തിന്റെ ക്വാളിറ്റി. നല്ല കിഡിലൻ മേക്കിംഗ് ആയിരുന്നു പടം മൊത്തത്തിൽ. അതിപ്പോ VFX ആയാലും സൗണ്ട് ഡിസൈനിങ് ആയാലും ടെക്നിക്കലി കിഡിലൻ ആയിരുന്നു പടം. പിന്നെ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് റിലീസ് സമയത്ത് ചില നെഗറ്റീവ് റിവ്യൂകൾ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, സ്ക്രിപ്റ്റിലെ ചെറിയ ചില പാളിച്ചകൾ. ഒരു പക്കാ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ഒന്നും ആയിരുന്നില്ല സിനിമയുടേത്. ചിലയിടത്ത് പൊങ്ങുകയും ചിലയിടത്ത് അതുപോലെ താഴുകയും ചെയ്യുന്ന സ്ക്രിപ്റ്റ്. കുറച്ചുകൂടി നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവൽ റെസ്പോൺസ് പടത്തിന് വന്നേനെ. റെസ്പോൺസ് മാത്രമല്ല, ബോക്സ് ഓഫീസിലായാലും ഈ പടം വൻ കൊളുത്തിയേനെ. എന്തിനായാലും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത പടത്തിന് കയറിയവർക്ക് ഒരു ഡീസന്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ ഹലോ മമ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആറട്ടണ്ണൻ പറയുന്ന പോലെ കോമഡി ഉണ്ട്, ഐശ്വര്യലക്ഷ്മിയെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാം ഉള്ളൊരു പക്ക പെർഫെക്റ്റ് പടമായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ് ഒഴിച്ച്. ഷറഫുദ്ദീൻ പുള്ളിയുടെ സേഫ് സോണായ കോമഡി നല്ല അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ചില സീനുകളിലൊക്കെ നമുക്ക് പഴയ ദിലീപിനെ ഓർമ്മ വരും. ബിന്ദു പണിക്കരും പടത്തിൽ കിടുവാണ്. ഇത്രയൊക്കെ നല്ലത് പറയുമ്പോഴും ഇടയ്ക്കൊക്കെ ചില കോമഡികൾ പടത്തിൽ പാളിപ്പോയിരുന്നു. വലിയ ലോജിക്ക് കാര്യങ്ങളൊന്നും നോക്കാതെ കണ്ടവർക്ക് ഈ സിനിമ ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ വൈശാഖ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ അത്യാവശ്യം ആളെ കയറ്റി ഡീസന്റ് ഹിറ്റായി മാറി. OTT റിലീസിന് ശേഷം ഒരുപക്ഷെ ഒരുപാട് പോസിറ്റീവുകൾ ഈ സിനിമയ്ക്ക് വന്നേക്കാം, കണ്ടറിയാം. സൂക്ഷ്മദർശിനി. നസ്രിയ നസീം, ബേസിൽ ജോസഫ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC സംവിധാനം ചെയ്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ MC എന്ന് പറയുന്നത് നോൺസെൻസ് എന്നൊരു പടം മുന്നേ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. നമ്മുടെ ബിഗ് ബോസിലെ റിനോഷ് നായകനായി അഭിനയിച്ച പടം. ആ പടം ഒരു കിടിലൻ ഐറ്റമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ പടം കൊണ്ടൊന്ന് കണ്ടുവെക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത്, നോൺസെൻസ് ഇറങ്ങി ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് MC തന്റെ രണ്ടാമത്തെ പടവുമായി തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഈ MC എന്ന് പറയുന്നത് പുള്ളിയുടെ ഇനിഷ്യലാണ് കേട്ടോ. പുള്ളിയുടെ ശരിക്കുള്ള പേര് ജിതിൻ MC എന്നാണ്. ഓക്കെ, ഇനി പടത്തിലേക്ക് വന്നാൽ 7 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയുമായി തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ കാണുന്ന പ്രേക്ഷകനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കണം അതെന്ന് MCക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതായിരുന്നു സൂക്ഷ്മദർശിനിയുടെ തിയേറ്ററിലെ വൻ വിജയവും. 2020 വന്ന ട്രാൻസിന് ശേഷം 2024 നസ്രിയ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു പ്രതീക്ഷ ആദ്യമേ തന്നെ സിനിമയ്ക്ക് മേൽ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടതെല്ലാം ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫ് പോരെ ഹൈപ്പ് കയറാൻ. പിന്നെ പടത്തിലെ പ്രൊമോ പാട്ടും ബേസിൽ നസ്രിയ ചളിയുടെ ഇന്റർവ്യൂസും ഒക്കെ സിനിമയെ റിലീസിന് മുൻപ് ആളുകളിലേക്ക് എത്തിച്ചു. ഇതൊക്കെ ആണെങ്കിലും ഇത് എന്ത് ജോണറിലുള്ള ഒരു പടമാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പിടിതരാത്തൊരു പ്രൊമോഷൻ പരിപാടി ആയിരുന്നു സിനിമയ്ക്ക്. അത് പടത്തിന്റെ വിജയത്തിൽ
വലിയൊരു പങ്ക് വഹിച്ചു. കാരണം എന്ത് ടൈപ്പ് പടമാണെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ആദ്യ ദിവസം തിയേറ്ററുകളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ പടം ആദ്യ ദിവസം കണ്ടവരെ ആകെ ഞെട്ടിച്ചു. പടം റിലീസായ അന്ന് വന്ന റിവ്യൂസ് ഒരു റിവ്യൂവും കാണാതെ പടം എന്താണെന്നറിയാതെ ഫ്രഷ് ആയി പോയി കണ്ടാൽ ഞെട്ടിക്കുമെന്നായിരുന്നു. അതുപോലെ തന്നെ പടം ഞെട്ടിച്ചു. ആദ്യ ദിവസം മുതൽ വന്ന ഹെവി പോസിറ്റീവ് റെസ്പോൺസിൽ പിടിച്ചു കയറി പടം വൻ ഹിറ്റായി മാറി. ഇതില് ബേസിൽ കിടു പെർഫോമൻസ് ആയിരുന്നെങ്കിലും അങ്ങേരെക്കാൾ കയ്യടി നേടിയത് സിദ്ധാർത്ഥ് ഭരതനായിരുന്നു. ചില സീൻസിലൊക്കെ പുള്ളിയുടെ മാനസമൊക്കെ കണ്ടാൽ തന്നെ ചിരി വരും, പ്രത്യേകിച്ച് ആ കൊണച്ച പ്ലാൻ സീനൊക്കെ. ഈ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ശരിക്കും അണ്ടർ റേറ്റഡ് ആണ്. കുറച്ചുകൂടെ കിടു റോളുകളൊക്കെ ചെയ്യാൻ ക്യാപ്പബിൾ ആയ ഒരു നടനാണ് സിദ്ധാർത്ഥ്. പിന്നെ ഇവിടത്തെ പറ്റി പറഞ്ഞാൽ ഒരു പക്കാ ത്രില്ലറാണ് പടം. ട്രെയിലർ റിലീസിന് മുമ്പ് എല്ലാവരും കരുതിയിരുന്നത് ഇതൊരു കോമഡി സിനിമയാണെന്നാണ്. കാരണം അറിയാലോ, ബേസിലായതുകൊണ്ട് ഇതൊരു എന്റർടൈനർ പ്രതീക്ഷിച്ചു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സിനിമയിൽ ഞെട്ടിച്ചതും ഇതേ ബേസിൽ തന്നെയാണ്. പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായൊരു ക്യാരക്ടറായിരുന്നു സൂക്ഷ്മദർശിനിയിലെ മാനുവൽ. പല പടങ്ങളുടെയും സ്ക്രിപ്റ്റുകൾ പാളിയപ്പോൾ ഇവിടെ ഈ സിനിമയുടെ നട്ടല് അല്ലെങ്കിൽ ഈ സിനിമയിലെ ഹീറോ അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ഇല്ല സർ, അതിന് നല്ല കരുത്തുണ്ട്. അതുപോലെ തന്നെ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ തന്നെ ചുരുക്കം ചില വുമൻ ഓറിയന്റഡ് സിനിമകളിൽ ഒന്നുകൂടിയാണ് സൂക്ഷ്മദർശിനി. ആൾ വി ഇമാജിനസ് ലൈറ്റ്. പായൽ കബാഡിയുടെ സംവിധാനത്തിൽ ദിവ്യപ്രഭ, കന്നി കുസൃതി, അസീസ് നെടുമങ്ങാട് എന്നിവർ അഭിനയിച്ച് നവംബർ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് വന്ന സിനിമയായിരുന്നു ആൾ വി ഇമാജിനസ് ലൈറ്റ്. ഓൾറെഡി ഈ സിനിമയെ പറ്റി നിങ്ങളിൽ പലരും കേട്ട് കാണും. പല ഫെസ്റ്റിവലുകളിൽ പോയി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് ആൾ വി ഇമാജിനസ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതല്ല. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഈ പടത്തിന് ലഭിച്ചതും അന്ന് മലയാളികൾക്ക് അഭിമാനമായി ഈ സിനിമയിലെ ക്രൂ അവിടെ പോയതും എല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പടത്തിന് 8 മിനിറ്റ് സ്റ്റാൻഡിംഗ് ഓവേഷനും കിട്ടിയിരുന്നു. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, മറ്റൊട്ടനവധി ഫെസ്റ്റിവലുകളിൽ പോയി അംഗീകാരങ്ങൾ നേടിയ സിനിമ കൂടിയാണ് ആൾ വി ഇമാജിനസ് ലൈറ്റ്. മുംബൈയിൽ ജോലി ചെയ്യുന്ന 2 മലയാളി നഴ്സുമാരുടെ കഥയാണ് സിനിമ പറയുന്നത്. ദിവ്യപ്രഭയുടെയും കന്നി കുസൃതിയുടെയും അതിഗംഭീര പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് മാത്രമല്ല പായലിന്റെ മേക്കിങ്ങും, മുംബൈയിലെ തിരക്ക് നിറഞ്ഞ റോഡുകളും മെട്രോയിലെ കാഴ്ചകളും, എന്തിനു പറയുന്നു സ്ട്രീറ്റ് ഫുഡിന്റെ കാഴ്ചകൾ വരെ പക്കാ റിയലിസ്റ്റിക് ആയിരുന്നു. ഈ സിനിമ അന്ന് ഗ്രാൻഡ് പ്രിക്സ് നേടിയപ്പോൾ പോലും സാധാരണ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഈ സിനിമ അത്ര വലിയൊരു ചർച്ചയൊന്നും ആയില്ല. പക്ഷേ ഇതിന്റെ തിയേറ്റർ റിലീസിന് ശേഷം ദിവ്യപ്രഭയുടെ ഈ സിനിമയിലെ ന്യൂഡ് സീൻ ലീക്കായതും അത് വലിയ ചർച്ചയായതും വിവാദമായതും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുവരെ പലരും കണ്ടിട്ടും കാണാതെ പോലെ നടിച്ച ഈ പടം ഈ ഒരു ഫാക്ടറിലൂടെ ചർച്ചാ വിഷയമാവുന്നു മലയാളി പ്രേക്ഷകർക്കിടയിൽ. എന്തായാലും പടം ഇന്ത്യയിൽ വലിയ കളക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഫ്രാൻസിൽ അന്യായ കളക്ഷനാണ് കിട്ടിയത്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 25 കോടിക്ക് മുകളിലാണ് പടം അവിടെ നിന്ന് കളക്ട് ചെയ്തത്. പടം ഇപ്പോൾ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം താഴെ പറയുക. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. വിനേഷ് വിശ്വനാഥിന്റെ സംവിധാനത്തിൽ അജു വർഗീസ്, ആനന്ദ് മന്ദൻ, കണ്ണൻ നായർ, സൈജു ഗ്രൂപ്പ്, ജോണി ആന്റണി പിന്നെ ഒരു ലോഡ് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് റിലീസായ പടമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല്ലുട്ടി 90s കിഡ്സ് പോലെ തന്നെ പിള്ളേരുടെ കിടിലൻ പെർഫോമൻസ് ഉള്ള ഒരു പടം കൂടി ആയിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരുപാട് ചിരിപ്പിക്കുന്ന കോമഡികളും അതിനൊപ്പം തന്നെ ഇത്തിരി ചിന്തിപ്പിക്കുന്ന ചില ചെറിയ വലിയ വിഷയങ്ങളും ഈ സിനിമയിൽ രസകരമായി പറഞ്ഞു പോകുന്നുണ്ട്. പല്ലുട്ടി ഒരു 90s കാലഘട്ടം നൊസ്റ്റു ആണെങ്കിൽ ഇത് ഇപ്പോഴത്തെ പിള്ളേരുടെ കഥയാണ്. പടത്തിന്റെ മെയിൻ പോസിറ്റീവ് ഇതിന്റെ മേക്കിംഗ്, പിന്നെ പിള്ളേരുടെ അഴിഞ്ഞാട്ടം. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്ര നൈസായ ഒരു ഫീൽ ഗുഡ് പടം എടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന പടമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഇതിൽ അജുവിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ സെക്കൻഡ് മുഖം പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അമാതിരി അനോയിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു പുള്ളിയുടേത്. പറയേണ്ട പൊളിറ്റിക്സ് കൃത്യമായി പറയുകയും അനാവശ്യമായി ഒന്നും കുത്തി കയറ്റാതെ കറക്റ്റ് മീറ്ററിൽ സിനിമ എൻഡ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ കണ്ട എല്ലാവർക്കും പടം വർക്കായി. പക്ഷേ ആ കണ്ട ആളുകളുടെ എണ്ണമാണ് പ്രശ്നം. വമ്പൻ താരങ്ങളൊന്നുമില്ലാതെ കണ്ടന്റിൽ വിശ്വാസം അർപ്പിച്ചു വന്ന സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായില്ല. എന്നാൽ അങ്ങനെ അങ്ങ് സാമ്പത്തികമായി പരാജയപ്പെടേണ്ട ഒരു സിനിമ ആയിരുന്നില്ല സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. പക്ഷേ എന്ത് ചെയ്യാം, പടം നന്നായിട്ട് മാത്രം കാര്യമില്ല. പ്രൊമോഷൻസിലെ കുറവും തിയേറ്റർ ലഭ്യതയും ഒക്കെ ശ്രീകുട്ടന്റെ തിയേറ്റർ റണ്ണിനെ ബാധിച്ചിരുന്നു. കുറെ പേർക്ക് ചിലപ്പോൾ തിയേറ്റർ വാച്ച് മിസ്സായിട്ടുണ്ടാവും. എന്തായാലും OTT വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കും. OTT വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളമാകെ അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളാകെ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. മുറ. കപ്പേളയ്ക്ക് ശേഷം മുഹമ്മദ് മുസ്തഫയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു മുറ. സുരാജ് വെഞ്ഞാറമൂട്, കണ്ണൻ നായർ, മാലാപാർവതി എന്നിവർക്ക് പുറമെ ഒരുപറ്റം യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചെയ്ത ഒരു പടം. ഒരു പക്ക ആക്ഷൻ ത്രില്ലർ പടം. തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെയുള്ള മെയിൻ ഗുണ്ടകളുമായി ഒരു ഡീൽ വെക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെയാണ് പടത്തിൽ കാണിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെയും ഇവിടുത്തെ ഭാഷയും ഇത്രയും ഭംഗിയായിട്ട് കാണിച്ച മറ്റൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. സാധാരണ തിരുവനന്തപുരം ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന ചില ഡയലോഗുകളുണ്ട്. ബട്ട് ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നല്ല പക്കാ ട്രിവാൻഡ്രം സ്ലാങ് ആണ് എല്ലാവർക്കും. ഈ പടത്തിൽ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ചവരുടെ പെർഫോമൻസുകളാണ്. അതിപ്പോ സുരാജേട്ടനായാലും കണ്ണൻ നായരായാലും ബാക്കി ഇതിലെ പയ്യന്മാരായാലും
എല്ലാവരും നല്ല പൊളപ്പൻ പെർഫോമൻസ് ആയിരുന്നു പടത്തിൽ. പക്ക റാ മോഡിലാണ് മുസ്തഫ പടം മൊത്തത്തിൽ എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്റർ റിലീസായ ടൈമിൽ അധികം ആളുകൾ പടം കാണാനായി കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇതിനും അത്ര വലിയൊരു പ്രൊമോഷൻ ഇല്ലായിരുന്നു. അതുകൂടാതെ കുറച്ച് ലോക്കൽ ടൈപ്പിൽ ആക്ഷൻ ഒക്കെ ഉള്ള ഒരു പടം കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും ഒന്നും അടിച്ചു കാണും. എന്തായാലും ഞാൻ തിയേറ്ററിൽ നിന്നാണ് ഈ പടം കണ്ടത്. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം എനിക്ക് സമ്മാനിച്ചത്. ഇത്രയും വയലൻസ് നിറഞ്ഞ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഉപ്പും മുളകും എന്ന പരമ്പരയുടെ സ്ക്രിപ്റ്റ് എഴുതി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള സുരേഷ് ബാബു ആണെന്ന് അറിഞ്ഞപ്പോ കുട്ടിമാമ അത് തന്നെ ബാലുവിന്റെ ഭാസികളിയൻ. ആദ്യ ദിവസങ്ങളിൽ കണ്ടവരുടെ നല്ല അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ പടം പതിയെ പിക്കപ്പ് ആയി തുടങ്ങി. അങ്ങനെ വേർഡ് ഓഫ് മൗത്തിന്റെ പവറിൽ മുറ തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല വിജയം നേടി. പക്ഷേ ഇതിലും വലിയൊരു വിജയം അർഹിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു മുറ. പടം ഇപ്പോ ആമസോൺ പ്രൈമിൽ റിലീസ് ആയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നവംബറിൽ റിലീസായ വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സിനിമകൾ. ഈ പറഞ്ഞ സിനിമകളൊന്നും കൂടാതെ ഓശാന, ഒരു അന്വേഷണത്തിന്റെ തുടക്കം, സ്വർഗം, ആനന്ദ് ശ്രീബാല, ഞാൻ കണ്ടതാ സാറേ, പരാക്രമം, ടർക്കിഷ് തർക്കം, ജമീലാന്റെ പൂവൻകോഴി, കളം അറ്റ് 24 എന്നിവയൊക്കെയാണ് നവംബറിൽ റിലീസായ മറ്റ് സിനിമകൾ. ഇനിയും കുറച്ച് സിനിമകളുണ്ട്, പക്ഷേ അതൊന്നും റിലീസായെന്ന് എനിക്ക് പോലും ഉറപ്പില്ലാത്തത് കൊണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആനന്ദ് ശ്രീബാല, ടർക്കിഷ് തർക്കം ഒക്കെ തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമകളായിരുന്നു. പിന്നെ ഈ ടർക്കിഷ് തർക്കത്തിന്റെ പ്രൊഡ്യൂസർമാർ ചേർന്ന് ചില പരിപാടികളൊക്കെ കാണിച്ചായിരുന്നല്ലോ, പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് പരാജയമായി പോയി എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ ഇനിയുള്ളത് ഡിസംബറാണ്. ഡിസംബർ മാസത്തെ അനാലിസിസ് വീഡിയോയുമായി ഉടനെ വരാം. ഓക്കെ, ബൈ.